നമ്മൾ എന്തിനാ സാർ ഈ തുർക്കിയെ സഹായിക്കുന്നത്? എന്റെ ഒരു ചെറിയ സംശയമുണ്ട്. ആ ചോദ്യം തെറ്റിദ്ധരിക്കാൻ പാടില്ല സാർ. നമ്മുടെ റെജി ലൂക്കോസ് സാറിനും കൂടിയാണ്, തെറ്റിദ്ധരിക്കാൻ പാടില്ല. ആദ്യം തന്നെ ഐ ബെഗ് യുവർ പാർഡൺ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു സാർ. നമ്മുടെ കേരള ഗവൺമെന്റ് തുർക്കിക്ക് ഒരു 10 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതന്നത്തെ ചോരത്തിളപ്പിന്. എന്തിനാ സാർ അത് കൊടുത്തത്? അന്നേരം സാറ് പറയുന്ന ഉത്തരം കൂടി ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഈ തുർക്കിക്ക് ഒരു 10 കോടി രൂപ കൊടുത്തു നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അടുത്ത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാനും അതിൽ ആ ഗവൺമെന്റിന്റെ ഒരു വളരെ വിശ്വാസിയാണ്, നല്ല ആളാണ്. പക്ഷേ നമ്മളുടെ പൈസ എന്തിനു കൊടുത്തു തുർക്കിക്ക്? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അതേപോലെ കഴിഞ്ഞ മാസമല്ലേ സാർ തായ്ലൻഡിൽ ഒരു ഭൂകമ്പം ഉണ്ടായത്? അവിടെ ഒരു 10 പൈസ കൊടുക്കാൻ പറ്റിയോ നമ്മൾക്ക്? എന്തുകൊണ്ടാ സാർ അത് തായ്ലൻഡിനും തുർക്കിക്കും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സാർ? എല്ലാം മനുഷ്യരല്ലേ. നമ്മളുടെ ഇടത്തോട്ട് തിരിഞ്ഞ തുർക്കി, വലത്തോട്ട് തിരിഞ്ഞ തായ്ലൻഡിൽ ഭൂകമ്പം ഉണ്ടായിട്ട് ആയിരങ്ങൾ മരിച്ചു, ഒരു 5 പൈസ കൊടുക്കൂല. തുർക്കിയിൽ ഒരു 10 ആള് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ 10 കോടി. എന്ത് കുഴപ്പമായി തോന്നുന്നത്? ഗവൺമെന്റിന് ഞാൻ എതിരല്ല, ഇന്ത്യ സംവിധാനത്തിലുള്ള ഗവൺമെന്റിന് ഞാൻ എതിരല്ല, തീരുമാനങ്ങൾക്ക് ഞാൻ എതിരാണ്. എന്റെ ഈ ഗവൺമെന്റ്, ഇത് ഞാൻ രാഷ്ട്രീയമേ അല്ല പറയുന്നത്, ഈ ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലം ഇത്ര ചങ്കുറപ്പുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിലുള്ളപ്പം ഞങ്ങളുടെ ഒന്നും ഒരു രോമം തൊടാൻ ഈ തുർക്കിക്കാരനോ ഈ പാകിസ്ഥാനിക്കോ ഈ തീവ്രവാദിക്കോ പറ്റൂല സാർ. എനിക്ക് അത്രയും വിശ്വാസമുണ്ട് സാർ. ഞാൻ ഇനിയും തുടരും സാർ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പാകിസ്ഥാൻ നമ്മളുടെ ശത്രു രാജ്യമാണെന്ന് നമുക്ക് പണ്ട് മുതലേ അറിയാം. ശത്രുവിന്റെ മിത്രം നമ്മളുടെ ശത്രുവല്ലേ? 100% ഞാൻ യോജിക്കുന്നു. നമ്മളുടെ ശത്രുവിന്റെ മിത്രം നമ്മളുടെ ശത്രുവാണെങ്കിൽ നമ്മളുടെ കാശ്, നമ്മളുടെ കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ട, കഞ്ഞി കുടിക്കേണ്ട പൈസ എന്തിനാ സാർ തുർക്കി രാജ്യത്തിന് കൊടുത്തത്? എനിക്കറിയാം, എനിക്ക് വേദനയുള്ളതുകൊണ്ട് ചോദിക്കുന്നത്. എന്താ ഉറക്കം വരുന്നു? ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഒരു പൈസയും ആ രാജ്യത്ത് പോയിട്ടില്ല, ഈ കേരളം ഒഴികെ. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക്, ഒരു കേരളത്തിൽ ജനിച്ചു വളർന്നുള്ള ഒരാൾക്ക്, ഒരു മലയാളി എന്ന നിലക്ക് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് സാറ് ചോദിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ പരിഹാരം കഴിക്കുന്നവരല്ലേ, നമുക്ക് ചോദിക്കണ്ടേ? അടിപൊളി. കാര്യം ഇപ്പോൾ ശരിയാണ്. നമ്മളിപ്പോൾ ഒരു ലോകത്തിൻ്റെ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യരെ തീർച്ചയായിട്ടും മനുഷ്യരെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്ന ഒരു മിഷൻ ഇന്ത്യ റൺ ചെയ്തിരുന്നു തുർക്കിയിൽ. ഈ പറയുന്ന ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് അത് തുർക്കിയിൽ മാത്രമല്ല, ഇപ്പം നേപ്പാളിൽ ഉണ്ടാകുന്ന സമയത്തും ഇന്ത്യ ഗവൺമെൻറ് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായ സമയത്തും ഇന്ത്യ ഗവൺമെൻറ് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഇനി നാളെ ചൈനയിൽ ഒരു വിഷയം ഉണ്ടായിരുന്നാലും ശരി തന്നെയാണ്, ഇത്തരത്തിലൊരു വലിയ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിരുന്നാലും തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് അവിടെ എത്തും. പക്ഷേ സ്വാഭാവികമായിട്ട് കേരളത്തോട് ആ ചോദ്യം സ്പെഷ്യലായിട്ട് വരുന്നതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ടായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ ആരും തന്നെ ഈ പറയുന്ന തുർക്കിയിലേക്ക് ഓടാൻ നിൽക്കാത്ത സമയത്ത് കേരളത്തിന് മാത്രം തുർക്കിയോട് എന്താണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് മാത്രം എന്താണ് തുർക്കിയോട് അത്രയ്ക്കൊരു താല്പര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റിയാണ്. അല്ലെങ്കിൽ നാളെ ആവട്ടെ.